അപ്പൊ ഇതുകൊണ്ട് അണക്കെട്ട് നിലനിർത്തേണ്ട അവരുടെ ആവശ്യമാണ്. ഈ സമീപകാലത്ത് ഇത് വലിയ തോതിൽ അവര് ശാക്തീകരിച്ചാണ് കോൺക്രീറ്റ് കൊണ്ട്. അപ്പൊ പലരും പറയുന്നത് ഇത് സുർക്കി കൊണ്ട് ഉണ്ടാക്കിയതാണ്, കല്ലുകൾ അടുക്കി വെച്ച് സുർക്കി കൊണ്ട് തടഞ്ഞതൊക്കെ. അപ്പൊ ഇത് സുർക്കിയൊക്കെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ കുമ്മണ്ണോ സുർക്കിയുമാണെന്ന് സിമെന്റ് പോലും ഇല്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഈ അണക്കെട്ട് ഏത് സമയത്തും പൊട്ടാം. ഇതൊക്കെ വെറും ഊഹാപോഹങ്ങളാണ്. അതുപോലെ കല്പിതമായിട്ടുള്ള ചില കഥകൾ മാത്രമാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഈ സുർക്കിയിലും കുമ്മായത്തിലും ഉണ്ടാക്കിയത് ഇത്രയധികം കൊല്ലം നിലനിന്നില്ല, 100-ലധികം കൊല്ലം എങ്ങനെ നിലനിന്നു. അപ്പൊ അത് സുർക്കി ഗംഭീര സുർക്കി എന്നതിന്റെ അർത്ഥം. സിമെന്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം സിമെന്റ് വെച്ച് പണിയാവാ അല്ല, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് മീതൊക്കെ കല്ലടുക്കി വെച്ചുണ്ടാക്കിയതാണ്. ഇത്രയും കൊല്ലമായിട്ടും അതിന്റെ ഈ അടിക്കെട്ടുകൾ വിട്ടുപോയിട്ടില്ല. സുർക്കി കൊണ്ട് സിമെന്റ് ഇല്ലാതെ പണിയാണെങ്കിലും അത് ഏതാണ്ട് പിരമിഡിന്റെ രൂപത്തിൽ കല്ലുകൾ അടുക്കി വെച്ച് പണിഞ്ഞ് അന്നത്തെ ബ്രിട്ടീഷുകാരായ എഞ്ചിനീയർമാരെ പണിഞ്ഞാണ്. അതിപ്പോഴും നിലനിൽക്കുന്ന വെച്ചാൽ അന്നത്തെ എഞ്ചിനീയറിംഗിന്റെ വൈദഗ്ധ്യം കൊണ്ടാണ്. ഇപ്പൊ പാലാരിവട്ടം പാലം പണിഞ്ഞ് ഓരോ കൊല്ലത്തേതല്ലേ 3 കൊല്ലത്തേതൊക്കെ പൊളിച്ചു വേറെ പണിയുള്ളത്. കാരണം പിരമിഡ് എഞ്ചിനീയർമാരാണ് അതിന്റെ രൂപകൽപ്പന ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ മരാമത്ത് പണിക്കാരെ കോൺട്രാക്ടർമാരാണ് അത് പണി നിർത്തും. അതുകൊണ്ട് സംഭവിച്ചാണ്. പാലത്തിന്റെ ഡിസൈൻ തന്നെ തെറ്റായിരുന്നു. സിമെന്റ് കമ്പി കുറവായിരുന്നത് വേറെ കാര്യം. പാലത്തിന്റെ ഡ്രോയിങ് തെറ്റായിരുന്നു, ഡിസൈൻ തെറ്റായിരുന്നു. അതുകൊണ്ടാണ് പാലം തകർന്നു പോയത്. അതിന്റെ അർത്ഥം ഈ നഗരത്തിലെ എല്ലാ പാലം 5 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ചുകൊണ്ടിരുന്നു അല്ലല്ലോ. അതിന് എത്രയോ കൊല്ലം മുമ്പ് പണിയാണ് ആയുർവേദം മാർത്താണ്ഡ പാലം, അല്ലെങ്കിൽ നേരിയമംഗലം പാലം. ഇതൊക്കെ ഇപ്പോഴും വളരെ മനോഹരമായിട്ട് പൂജ കൊല്ലൂർ തൂക്കുപാലം എത്ര വർഷമായി? അത് കൊല്ലം കൂടുതലായതുകൊണ്ട് പാലം പൊളിച്ചു പണിയെന്ന് അർത്ഥമില്ല. ഇതിന് യഥാർത്ഥത്തിൽ ബലക്ഷയം ഉണ്ടോ എന്നാണ് പ്രധാനം. അപ്പൊ റൂട്ടിലായി കയറ്റി നടത്തിയ പഠനത്തിലും ഞാനിപ്പോൾ കാണിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂയുടെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ പുള്ളി ശക്തമായിട്ട് പറയുന്നു ഇത് പൊട്ടില്ല എന്ന്, മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിന് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇതിന് മുമ്പ് ഏതോ ഒരു സ്ഥലത്ത് ഇതേപോലെ അതൊരു അമ്പലം ഉണ്ടാക്കിയതും കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ന്യൂയോർക്ക് ടൈംസ് പറയുന്നൊരു സംഭവമുണ്ട്. അവർ വന്ന് ഇത് ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലോകത്തെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ലോകത്തെ വീക്കസ്റ്റ് ഡാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന സംഭവം മുല്ലപ്പെരിയാർ ഡാമായി. ചുമ്മാ ആരും ഇത് അങ്ങനെ ഇടത്തില്ലല്ലോ. വ്യക്തമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ട് എന്നിട്ടാണ് ഈ വീക്കസ്റ്റ് ഡാം എന്ന് ഗൂഗിൾ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടുകൾ, പിന്നെ വേറെ എന്തൊക്കെയോ റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. ഒരുപാട് റിപ്പോർട്ടുകൾ, നമ്മൾ അതിലോട്ടൊന്നും കടക്കണില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്നിട്ട് ഇങ്ങനൊരു ഡാം പൊട്ടൂല എന്ന് പറഞ്ഞ് എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാണില്ല. ഇതിന് മുമ്പ് ഉണ്ടാക്കിയുള്ള സാധനങ്ങൾ ഇതേപോലെ ഡാമുകൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടിയിട്ടുമുണ്ട്. എല്ലാ ഡാമുകളും കേസല്ല പറയണത്. പക്ഷേ ഡാമുകൾ പൊട്ടിയുള്ള ചരിത്രം അതുള്ളതാണ്, ഇല്ലാത്തല്ല. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എവിടെയൊക്കെ ഡാം പൊട്ടിയിട്ടുള്ളതെന്ന് വേറെ മറ്റുള്ള കൺട്രീസിൽ. അപ്പോൾ ഇത് ഒരു അഡ്വക്കേറ്റാണ് പറയണത്. എനിക്കതൊന്നും മനസ്സിലാവാത്ത പുള്ളി എന്ത് സെൻസിലാണിത് പറയണമെന്നുള്ള കാര്യം. കാരണം നമ്മൾ ശാസ്ത്രീയമായിട്ട് എടുക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. പുള്ളി ഒരു വിശ്വാസത്തിൻ്റെ പുറമെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് പറയുന്ന കാര്യമായിരിക്കാം. ശാസ്ത്രീയമായിട്ട് എടുക്കേണ്ട കുറേ സംഭവങ്ങളുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ എന്ത് ഇത് നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളിത് ഒഴിവാക്കും. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സാധനമുണ്ട്, നമുക്ക് ആവശ്യമില്ല, ഡോക്ടർ പറയുന്നു അതവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ റിമൂവ് ചെയ്യണം, ചാൻസ് ഉണ്ടെന്ന് പറയാം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? പ്രിക്വേഷൻ എടുക്കും ഇല്ലേ? പ്രിക്വേഷൻ എന്താ? നമ്മൾ റിമൂവ് ചെയ്ത് കളയും. സെയിം സംഭവം തന്നെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കേസിലും ചാൻസസ് ഉണ്ട്. കാരണം ഒരുപാട് ഡിഫോൾട്ടുകളുണ്ട്, അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സുർക്കിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാമാണ്, എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ തേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കല്ലിൻ്റെ ബലക്ഷയം അത് എത്രത്തോളം ഉണ്ടുള്ള കാര്യം നമുക്കറിയില്ല. ഇത്രയും ഡാമിന് ഇത്രയും വർഷത്തിൻ്റെ ഒരു വാലിഡിറ്റി. ഇപ്പോൾ എന്ത് സാധനത്തിനും, ഞാനിപ്പോൾ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് മേടിച്ചു, അതിന് വാലിഡിറ്റി ഉണ്ട്.
അത് കഴിഞ്ഞാൽ അത് പൂക്കാൻ തുടങ്ങും, അത് നമ്മൾ എടുത്ത് കളയേണ്ടി വരും. അതുപോലെ എന്തൊരു സാധനം വാലിഡിറ്റി ഉണ്ട് ഇല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറേ പരിക്കുകളും കാര്യങ്ങളൊക്കെ വരും. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും നമ്മൾക്ക് ഒരു വാലിഡിറ്റി കഴിഞ്ഞാൽ പിന്നെ അതിന് കുറേ ഡാമേജുകൾ വരാം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഡാമിൻ്റെ കേസും. ചെറുതായിട്ടുള്ള പരിക്കുകളും കാര്യങ്ങൾ വരുമ്പോൾ ഇവരത് കൊണ്ടേ അടക്കുകയും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് അങ്ങ് പോളിഷ് ചെയ്യും. പിന്നെയും വരുമ്പോൾ അതങ്ങ് പോളിഷ് ചെയ്യും. അപ്പോൾ നമ്മൾ എത്രത്തോളം റിപ്പയറിങ് ചെയ്തുകൊണ്ടിരുന്നാലും ഒറ്റ ദിവസമായിരിക്കും അത് എന്ത് ചെയ്യുക, അതങ്ങ് തകരുക. എന്ത് സാധനമായാലും ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ അതങ്ങ് കട്ടായി പോകും, അല്ലെങ്കിൽ അത് ഓഫായി പോകും, അല്ലെങ്കിൽ അതങ്ങ് ബ്ലാസ്റ്റ് ചെയ്യും. ഇതേ സംഭവമായിരിക്കാം ഇവിടെ നടക്കാൻ പോകുന്ന വൻ ദുരന്തം, മുല്ലപ്പെരിയാറിൻ്റെ കേസ്. നമുക്കൊരു സെൻസുള്ള ആൾക്കാരല്ലേ, കോമൺ സെൻസ് ഉള്ള ആൾക്കാർ, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ എന്തൊരു കാര്യത്തിനും പ്രിക്വേഷനും അല്ലെങ്കിൽ പ്രിവെൻഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർ പറയുന്ന കാര്യം എന്താണ്, ചില ആൾക്കാർ, എല്ലാവരും അല്ല, നിങ്ങൾ ആൾക്കാരെ ഭീതി പരത്തുകയാണ് അല്ലെങ്കിൽ പേടിപ്പെടുത്തുകയാണെന്നൊക്കെ പറയും. ഒരിക്കലും അങ്ങനെയല്ല. നമ്മളൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെന്താണ് വേണ്ടതെന്നുള്ള പ്രിക്വേഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇനി ആവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും അറിയില്ല. വയനാട് നമ്മൾ കണ്ടതാണ്. നമ്മൾ പലപ്പോഴും ഈ റിപ്പോർട്ടർ ചാനൽ പോലത്തെ ആൾക്കാർക്ക് പോലും, റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അത് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു വയനാട് ദുരന്തം. കാരണം അവരവിടെ ഫുൾ ടൈം ഉണ്ട്, അവരിത് കാണുകയാണ്. ജനങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഓടുന്നതും ഈ പറഞ്ഞ ആൾക്കാരെ ഡെഡ് ബോഡീസ്, പല രീതിയിലുള്ള ഡെഡ് ബോഡീസ്, കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഡെഡ് ബോഡീസ്, പലരെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ളത്, മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ എടുക്കുന്നത്, ഒരുപാട് ദുരന്തം അവർ കണ്ണുകൊണ്ട് കണ്ടതാണ്. സാധാരണ ഒരു ഇതല്ലത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനിയൊരു ദുരന്തം ഉണ്ടാവരുത്, അത് ഇതിൻ്റെ 1000 മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ള ദുരന്തം, 100 അല്ല 1000 മടങ്ങ് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും വരാൻ പോകുന്നത്. ഇതൊന്നുമല്ല ദുരന്തം. അപ്പോൾ ഇനി ഇത് ആവർത്തിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ഇപ്പോൾ തന്നെ ഇതിന് വേണ്ടിയിട്ട് സമരം ചെയ്യാനും പ്രിവെൻഷൻ എടുക്കാനൊക്കെ പോകുന്നത്. സമരങ്ങൾ പണ്ടും നടന്നിട്ടുണ്ട്, പക്ഷെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആളുകൾ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീതിയാണ്, പേടിയാണ്. കാരണം എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, ആലപ്പുഴ അങ്ങനെയുള്ള ജില്ലകളൊക്കെ പോകുമെന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും, ഏകദേശം 4-5 ജില്ലകളൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ആർക്കായാലും ഭയവും പേടിയും ഭീതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പ്രിക്കോഷൻസ് എടുക്കുന്നു, പ്രിവെൻഷൻ എടുക്കുന്നു. ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് ആൾക്കാർ മുന്നിട്ടിറങ്ങുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് റസൽ ജോയി ആയിട്ടുള്ള പുള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് വാദിക്കുന്ന ആൾ. അപ്പോൾ ഇവിടെ ഒരാൾ അഡ്വക്കേറ്റ് ജയശങ്കർ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ ഇത് പൊട്ടൂല, അല്ലെങ്കിൽ എന്താണ് പൊട്ടൂല എന്നൊക്കെ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല. കാരണം പുള്ളിയുടെ ആ ടോക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു പോയി, പുള്ളി എന്ത് സെൻസിലാണ് ഇത് പറയണമെന്നുള്ളത്. പുള്ളി വേറെ എന്തോ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ പറയാണ്, അതിലൊരു അർത്ഥവുമില്ല. അതിനർത്ഥം വേണ്ട, എന്തെങ്കിലും അർത്ഥം. പൊട്ടൂല പൊട്ടരുത് തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ പൊട്ടൂല എന്നുള്ളത് ഒരു തെളിവുമില്ലാതെ ചുമ്മാ അങ്ങനെ വേറെ എന്തെങ്കിലും ഊഹാപോഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശാസ്ത്രീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ എൻജിനീയേഴ്സ് വന്നിട്ടും പല ആൾക്കാരും വന്നു ഇവിടെ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തി അവർ നോക്കി കണ്ടിട്ടാണ് അവർ ഇത് അപകടമുള്ള ഡാമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും. അപ്പോൾ ഒരാൾ പറയുകയാണ് ഇത് പൊട്ടൂല, അതെങ്ങനെ, അതെന്ത് ഇതാണ് അതിലുള്ളത്, എന്ത് മീനിങ് ആണ് അതിലുള്ളത്? അപ്പം അതിലൊരു പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ കണ്ടില്ല. പുള്ളിക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ എന്തൊരു അപകടം വരാനിരിക്കുന്നതായാലും നമ്മളത് അതിന് വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കുകയാണ് വേണ്ടത്, അതെന്തായിക്കോട്ടെ. അല്ലാതെ നമ്മൾ അത് പേടിപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഇതാക്കുകയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയില്ല, സമരങ്ങളും കാര്യങ്ങളൊക്കെ പല ആൾക്കാരും ചെയ്യാൻ തുടങ്ങി, അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ വേറൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇങ്ങനെ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് എനിക്കൊരു ഇത് തോന്നിയില്ല. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റാണെന്ന കാര്യം എനിക്ക് തോന്നിയില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത വീഡിയോ. ബൈ.